ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നാമതായി തന്നെ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾ, ആരോഗ്യ വകുപ്പ് നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ഇന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത്, ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന രൂപത്തിൽ നിർവഹിക്കണം എന്ന് തുടങ്ങി നമ്മുടെ ആരോഗ്യ വകുപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം. അതിന് നമ്മൾ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. കാരണം നമ്മുടെ ആരോഗ്യ വകുപ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന, അവർക്ക് എതിരായി ഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തി, ശാസ്ത്രീയമായ ഗവേഷണം നടത്തിയിട്ടാണ് അവരുടെ ഓരോ പ്രസ്താവനകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവനകൾക്ക് എതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ലാ തുൽഖൂ ബിഅയ്ദികും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോയി വിടരുത്. ആ ഒരു ആയത്തിൽ പറയുന്ന അതിന്റെ അർത്ഥവ്യാപ്തി നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യം മുന്നറിയിപ്പായി ലഭിച്ചാൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പാലിക്കൽ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചൂടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ശരീരത്തിലെ ജലാംശങ്ങൾ വറ്റിപ്പോകുന്ന അവസ്ഥയിൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കരുത്. വെള്ളം ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. നമുക്ക് ദാഹിക്കുമ്പോഴേ വെള്ളം കുടിക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളിങ്ങനെ വിയർത്ത് പല നിരക്കും നമ്മളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ജലാംശങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട, വളരെ വലിയ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു 3 ഉറുക്ക് വെള്ളമെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ചൂടിൽ നമുക്ക് പല രോഗങ്ങളും, അത് കാരണം നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ കുറവ് കാരണം പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആ കാരണവും എല്ലാവരും, ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, വെള്ളത്തിന്റെ അമിതമായ ഉപയോഗത്തിന് നമ്മൾ നിയന്ത്രിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുക. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ മഹാനവരുടെ വുളൂ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ ഹാദ സർഫ്, എന്തൊരു ദുർവിനിയോഗമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു, നബിയെ, വുളൂയിലും അമിത പ്രവർത്തിക്കുക എന്നുള്ള കാര്യം വുളൂയിലുണ്ടാകും? വുളൂയിൽ പരമാവധി നമ്മൾ 3 വട്ടം കഴുകിയിട്ട് നമുക്ക് സംശയം കഴുകി നമ്മുടെ അവയവങ്ങൾ പൂർണ്ണമായി നനക്കാനല്ല നോക്കേണ്ടത്. വുളൂയിലും ദുർവിനിയോഗം, അമിത ഉപയോഗം എന്നുള്ള സംഗതി വുളൂയിലുണ്ടോ എന്ന് റസൂലുള്ളാഹിനോട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, നഅം ഇൻ കുൻത ഫീ നഹ്രിൻ ജാർ, ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നിങ്ങൾ വുളൂ എടുക്കുന്നതെങ്കിലും അവിടെയും അമിതമായി 3 തവണ കഴുകണം എന്ന് പറഞ്ഞ് 4 വട്ടം കഴുകിയാൽ അത് ഇസ്റാഫാണ്, ദുർവിനിയോഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമലിൽപ്പെട്ട വുളൂ, അതിൽ വരെ വെള്ളത്തിന്റെ ദുർവിനിയോഗത്തിനെ കുറിച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ വെള്ളത്തിന്റെ ദുർവിനിയോഗത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതുപോലെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ വെള്ളത്തിന്റെ ദുർവിനിയോഗം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സമയത്ത് കുടിവെള്ളത്തിനൊക്കെ വളരെ പ്രയാസപ്പെടുന്ന സമയമാണ്. നമ്മുടെ അയൽവാസികൾക്ക് ചിലപ്പോൾ കിണറ്റിൽ വെള്ളം പറ്റിയിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് കുടിവെള്ളം തടയുന്ന ഒരു അവസ്ഥ നമ്മളുണ്ടായി. നമ്മളെ വീട്ടില് കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പേടി, ഞാൻ ഓർക്കും കൊടുത്താൽ നമ്മളെ വെള്ളം കൂടി പറ്റി പോകുമോ, അങ്ങനെ ഒരു പേടി നമുക്ക് ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടി ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്നുള്ളത് അത് എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫ്ദലു സദഖ, അഫ്ദലു സദഖ, റസൂൽ നബിയെ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ? റസൂൽ പറഞ്ഞു, സഖീൽ മാ, വെള്ളത്തിന് കുടിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും വെള്ളത്തിന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളം ഇല്ലാതായി പോകുമെന്ന് പേടിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ നമ്മൾ മടി കാണിക്കരുത്. അതുകൊണ്ട് റസൂൽ മറ്റൊരു ഹദീസിൽ കാണാം, സലാസുൻ ലാ യംനഅന, 3 കാര്യങ്ങൾ വരങ്ങാൻ പറ്റൂല. ഒരാൾ ചോദിച്ചാൽ നമ്മൾ 3 കാര്യങ്ങൾ വരക്കാൻ പറ്റൂല. അൽ മാഉ
വെള്ളം, അതുപോലെ തന്നെ മേച്ചിൽപ്പുറങ്ങളിലുള്ള പുല്ല്, അതുപോലെ തന്നെ വന്നാർ, തീ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ അത് ഇറങ്ങാൻ പാടില്ല. അതിൽ ആദ്യമായി റസൂൽ പറഞ്ഞത് വെള്ളത്തിനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മക്ക് വെള്ളം തീരുവെന്നുള്ള ആശങ്ക ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ മടി കാണിക്കരുത്. അതുകൊണ്ട് ആ ഒരു കാര്യം ഈ സമയത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളെ മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു സഹജീവികൾക്കും വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ അല്ലാഹു തആല നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ എന്നുള്ളത്. ഈ സമയത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസരത്തിൽ നമ്മൾ മറ്റു ജീവജാലങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ റഹ്മത്ത് ചെയ്യാണ്. ആ റഹ്മത്ത് കാരണം ചിലപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് വർഷിക്കും. ആ ഒരു കാര്യം നമ്മൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതായി ഖുർആനിൽ കാണാം, അവിടുത്തെ ജനതയോട് ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴ ആകാശത്ത് നിന്ന് അല്ലാഹു തആല ഇറക്കും എന്ന് ഹബീബായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതായിട്ട് ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ ഈ പ്രയാസപ്പെടുന്ന ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. അത് ഇബാദത്തിന്റെ പല മാർഗങ്ങളിലൂടെ നമുക്ക് നന്ദി ചെയ്യാൻ കഴിയും. നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നമ്മൾ വളരെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി അഫ്ളലു ശുക്ർ. അൽഹംദുലില്ലാഹ് എന്നുള്ളത് അഫ്ളലു ദുആ, ദുആയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ് അൽഹംദുലില്ലാഹ്. മഹാന്മാരെ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം, ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാചകമാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധനവ് നൽകും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 33 വട്ടം ചൊല്ലുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ മറ്റു സമയങ്ങളിലേക്കും ഈ ദിക്റിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല ഈ ഒരു പ്രയാസപ്പെടുന്ന ഈ സമയം അല്ലാഹു തആല നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു തആല നമുക്ക് വർഷിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അകറ്റി സന്തോഷവും റാഹത്തും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പാവപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും സമാധാനം അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചില ആശങ്കകളും പ്രതിസന്ധികളൊക്കെ നമ്മൾ ദിവസം ദിനേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവിധ ആശങ്കകളും പ്രതിസന്ധികളും അകറ്റി മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് ഇവിടെ ജീവിക്കാൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് ഇവിടെ ഭക്ഷണം നൽകിയത് നമ്മുടെ കണ്ണിയത്ത് ശിഹാബ് എന്നവരാണ്. അവരുടെ ഉമ്മയും അതുപോലെ തന്നെ ജ്യേഷ്ഠൻ കണ്ണിയത്ത് നസ്റുല്ലാ മുസ്ലിയാർ ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് അളിയന്മാർ അബ്ദുൽ ഗഫാർ അബ്ദുൽ സഖാഫി ഇങ്ങനെ രണ്ട് അളിയന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഈ സദസ്സിന്റെ സന്തോഷത്തിൽ അവർ നൽകിയ സദഖയുടെ പ്രതിഫലത്തിന് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രതിസന്ധികളൊക്കെ അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഉപ്പാക്ക് സുഖമില്ല, അല്ലാഹു തആല ഉപ്പാക്ക് പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാവട്ടെ. ഉപ്പാന്റെ എല്ലാ ക്ഷീണങ്ങളും തളർച്ചകളും എല്ലാം ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ മുനീർക്ക അദ്ദേഹത്തിന്റെ അമ്മോഷൻ കഴിഞ്ഞ ദിവസം
ഇടശ്ശേരി മുനീർക്കയുടെ അമ്മോശൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇവിടെ നമ്മളെ വനിതാ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അവരുടെ ഭാര്യ ഫാത്തിമ ബീവി കുറച്ച് ദിവസം മുമ്പ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. അല്ലാഹു തആല ഉപ്പയുടെ ഹദറത്തിലേക്ക് ഈ സദസ്സിന്റെ സന്തോഷത്തിന് എത്തിച്ചു കൊടുക്കട്ടെ. മുനീർക്ക നമ്മളെ സദസ്സിലേക്ക് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുനീർക്ക പ്രത്യേകം കുറച്ച് നിൽക്ക് ഉപ്പാന്റെ വേണ്ടി പ്രത്യേകം ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു 33 തഹ്ലീൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ബഷീർ മാഷിന്റെ ഭാര്യയുടെ ഉമ്മ മരിച്ച ആണ്ടിന്റെ ദിനമാണ്. അല്ലാഹു തആല ഉമ്മയുടെ ഹദറത്തിലേക്ക് ഈ സദസ്സിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കട്ടെ. ഈ സദസ്സിലേക്ക് നൽകിയ സ്വതക്കയുടെ പ്രതിഫലത്തിന് അല്ലാഹു തആല ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരെ നമ്മളൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ോടുകൂടെ ജന്നാത്തു നഈമിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ ഉപ്പയുടെ മുനീർക്കയുടെ രണ്ട് രോഗികളായ ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ കാമ്പർത്തിപ്പോയി അലിയുടെയും കുഞ്ഞിപ്പയുടെയും ഒക്കെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, കുറച്ച് പ്രയാസത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിവാക്കയുടെ ഭാര്യ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ മദറിലൊക്കെ വരുന്ന സഹോദരിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെറിയ വിശ്രമത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട കുറേ ആളുകളും രോഗത്തിലും പ്രയാസങ്ങളിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് പറഞ്ഞതുപോലെ തഹ്ലീൽ ചൊല്ലി ഒരു 3-4 സുരാത്ത് ചൊല്ലിയിട്ട്, അതുപോലെ ഗൾഫിലെ പ്രതിസന്ധികൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. കാരണം നീങ്ങും എന്ന് വിചാരിക്കുന്നതും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. പല ആളുകളും ജോലിയില്ലാതെ റൂമിലിരിക്കുന്ന ആളുകളുണ്ട്. ജോലി ഉള്ളവർക്ക് തന്നെ ശമ്പളം പകുതിയാക്കി വരും, ശമ്പളം വെട്ടിക്കുറച്ച് വരും. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ ഇപ്പൊ ഹജ്ജിന് വരെ കൃത്യമായി ഹജ്ജിന്റെ ഫ്ലൈറ്റുകൾ പോയി ഹജ്ജിന് വരെ തടസ്സമാകുമോ, ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള പേടിയിലാണ് എല്ലാവരും ഉള്ളത്. ആ പ്രതിസന്ധികൾ മാറിക്കിട്ടലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതിനു വേണ്ടിയും നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. നമ്മളോട് പറയുമ്പോൾ മുഹമ്മദ് അവരെല്ലാ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായിട്ട് അവന്റെ മോന്റെ കല്യാണമാണ്. ഷറഫുദ്ദീൻ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയാണ്. പ്രത്യേകിച്ച് കല്യാണം റാഹത്തിലാവാൻ ചെയ്യണം. സദസ്സിന് ദുആഇന് മുമ്പ് സദസ്സിലുള്ള എല്ലാവരും കയ്യിലുള്ള ചെറിയൊരു ഹദിയ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം